ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന് വലിയ സന്തോഷമായി എന്നാണ്. എന്തുകൊണ്ടാണ് സാർ ഈ സൗദി പാക് കരാറിന്മേൽ കോൺഗ്രസ് നേതാവ് ഇത്ര സന്തോഷിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? ഈ വിഷയത്തിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, അത് ട്രീറ്റി അല്ല, ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ മതി. ട്രീറ്റി എന്ന് പറയുമ്പം കൃത്യമായ ക്ലോസുകളും പറഞ്ഞ് ആ ട്രീറ്റിൽ നിന്ന് ഒഴിവാകുന്നതിനുള്ള എക്സിറ്റ് ക്ലോസും കൊടുത്ത് അങ്ങനെ വിപുലമായി ഉണ്ടാക്കുന്ന സാധനം ട്രീറ്റി. അങ്ങനെ ഒരു ട്രീറ്റി അല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനും സൗദി തമ്മിൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ മതി. എങ്കിലും ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക് റീസൺസിന് അത് കാര്യമായും പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുകയും വേണം. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിലെന്താണ് ഈ ജയറാം രമേശിനും കോൺഗ്രസ്സുകാർക്കും ഇത്ര തുള്ളിച്ചാടാനും ചോദിക്കും. അതിന് നാടൻ ഭാഷയിൽ ഒരു മറുപടി പറഞ്ഞാൽ, ആങ്ങളെ ചത്താലും വേണ്ടുകയില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന സംഭവം പോലെയാണ്. ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് ചൈനയും ഭാരതവുമായിട്ടുണ്ടാവുന്ന സംഘർഷങ്ങളിലൂടെയോ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞോ പാകിസ്ഥാൻ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക ശക്തികളെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് ഭാരതത്തെ ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നതിന് കഴിയുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെയെങ്കിലും നരേന്ദ്രമോദി പരാജയപ്പെടുമെന്നും അത് 56 വയസ്സുകാരൻ രാഹുലിന് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുമെന്നുമാണ് ഈ ജയറാം രമേശിനെ പോലെയൊക്കെ രാഹുലിൻ്റെ പക്ഷത്തുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ധാരണ. അല്ലെങ്കിൽ തന്നെ നമ്മൾ കാണാറുണ്ട്, സാധാരണ ഭാരതവും പാകിസ്ഥാനും രണ്ട് പക്ഷത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഭാരതം അഭിമാനപൂർവ്വം ആഘോഷിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും, വിജയം ആഘോഷിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങളിൽ പോലും, സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നപ്പോൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന, പാകിസ്ഥാനുമായി അഭിപ്രായം പങ്കുവെക്കുന്ന ഒരു തരംതാണ രാഷ്ട്രീയം, ഭാരത വിരുദ്ധ രാഷ്ട്രീയം, അതാണ് സോണിയയുടെയും രാഹുലിൻ്റെയും കോൺഗ്രസ്. അതാണ് ജയറാം രമേശും അതുപോലെ ദിഗ്വിജയ് സിംഗും ഒക്കെ ഉൾക്കൊള്ളുന്ന കോൺഗ്രസ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത്, സൗദി അറേബ്യ പാക്, ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു കരാറുള്ള എഗ്രിമെന്റ് മാത്രമാണെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു പ്രധാന വിഷയം അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുന്നുള്ളതല്ലേ പ്രധാന വിഷയം ഈ കരാറിനകത്ത്. അഗ്രഷൻ എഗൻസ്റ്റ് എയ്തർ കൺട്രി ടു ബി കൺസിഡേർഡ് അഗ്രഷൻ ടു ബോത്ത്. അതായത് ഏത് രാജ്യത്തെയും, സൗദി ആണെങ്കിലും പാകിസ്ഥാനെ ആണെങ്കിലും മറ്റേതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ആ ആക്രമം രണ്ട് രാജ്യങ്ങളോടുമാണെന്ന് കരുതി അവർ പ്രതിരോധിക്കുമെന്നുള്ള, അതിൽ ഇടപെടും എന്നുള്ള, അതാണ് ഇവരുടെ പ്രസ്ഥാനം. ഈ എഗ്രിമെന്റിന്റെ അടിസ്ഥാനം അത്രയേ ഉള്ളൂ. അതിനാണ് പോയിരിക്കുന്നത്. അതിനാണ് നമ്മുടെ നവാസ് ഷെരീഫ് മുനീറിനെയും പരിവാരങ്ങളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി ചെന്ന് പൊട്ട് വാങ്ങിച്ചത്. ഇവിടെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് രാജ്യങ്ങൾക്കും കോമൺ ആയിട്ട് ഏതൊരു ശത്രുക്കളുണ്ടോ? ഇല്ലല്ലോ. രണ്ടു കൂട്ടർക്കും പൊതുവായ ശത്രുക്കളൊന്നുമില്ല. പിന്നെ ഭാരതത്തിന് പടിഞ്ഞാറ് ഇസ്രായേലിന് ഇടയ്ക്കുള്ള ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ സൈനികമായിട്ട് ലേശം ഭാരതത്തോട് നേടാനൊന്നും ഇല്ലെങ്കിലും തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയുന്ന പോലെ ഈ പ്രദേശത്തെ ഇത്തിരി സൈനിക രാജ്യം, തീരെ കുറഞ്ഞത് ആൾശേഷിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. സൗദിക്കാണെങ്കിൽ ആൾശേഷിയില്ല, സൈനിക പ്രതിരോധത്തിനുള്ള വേണ്ടത്ര സംവിധാനങ്ങളില്ല. ആൾശേഷിയുടെ പ്രധാനമല്ലേ? അതെ അതെ. പക്ഷെ അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്.
ഈ സാഹചര്യത്തിലാണ് ഈ രാജ്യം തമ്മിലൊരു കരാറുണ്ടായിരിക്കുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളുടെയും ശത്രുക്കളാരെന്നുള്ളതാണ്. ഇവിടെ രണ്ടുപേരുടെയും പൊതുശത്രു അല്ല, ഒറ്റക്കറ്റക്കടത്തിന് നോക്കിയുള്ളൂ. പാകിസ്ഥാൻ ആരോ ശത്രു? പാകിസ്ഥാന് കൃത്യമായും അവർ മനസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഭാരതം അവരുടെ ശത്രുവാണ്. ഇന്ത്യ വിരോധമാണ് അവരുടെ ആന്തരിക പ്രശ്നങ്ങൾ ബലൂചിസ്ഥാനിലും അവിടെയൊക്കെ ഉണ്ടെങ്കിലും, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നും ഒക്കെ ചില കൂട്ടുകൾ കിട്ടുന്നുണ്ടെങ്കിലും അവരടിസ്ഥാനപരമായിട്ട് ശത്രുപക്ഷത്ത് കാണുന്ന രാജ്യം ഭാരതമാണ്. അതുകൊണ്ട് ഭാരതത്തിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് ആവശ്യമുണ്ട്. നമ്മൾ അവരുടെ ആംഗിളിൽ നിന്ന് സംസാരിക്കുന്നു, അതുണ്ട്. സൗദിക്കാണെങ്കിലോ, സൗദിക്ക് അങ്ങനെ പറയുമ്പോൾ സൗദിയുടെ എതിർ രാജ്യം ആരാ? സൗദി ഇക്കാലം വരെ ആരോട് യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. ഒരു യുദ്ധം ചെയ്തത് 2015 ശല്യം സഹിക്കാതെ യമനിലെ ഹൂതികൾക്കെതിരെ ഒരു ചെറിയൊരു ആക്രമണം നടന്നു. ശരിയാണ്. അത് നടത്തിയപ്പോൾ പിടിച്ചേക്കാൻ ഇവർക്ക് പറ്റിയില്ല. ആ യുദ്ധം ഹൂതികൾക്കെതിരെ ഇന്ന് തുടരുന്നത് ഇസ്രായേലികളാണ്. അതെ, ഇല്ലേ? അപ്പൊ അങ്ങനെ ഒരു യുദ്ധം പോലെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അതിനു മുമ്പുള്ള പല സന്ദർഭങ്ങളിലും, ഉദാഹരണത്തിന് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന 1970 സംഭവത്തിന് അന്ന് ഇതുപോലെ വ്യാപകമായ ഒരു പോരാട്ടത്തിന്റെ സാഹചര്യം വന്നു. ആ സാഹചര്യത്തിൽ അവരെ രക്ഷിക്കുന്നത്, അവർക്ക് കാവലാളായിട്ട് നിൽക്കുന്നത് അത് ജോർദാനിലാണ്. ജോർദാനിൽ ചെന്ന പാലസ്തീൻ, ജോർദാനിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച പാലസ്തീനികളെ കൈകാര്യം ചെയ്യുന്നതിന് അന്ന് നിയോഗിക്കപ്പെട്ടത് ആരാ? സിയാദ് ഉൽ ഹക്കിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാന്റെ ഒരു ഡിവിഷനെ അവിടെ ചെലവഴിക്കുകയായിരുന്നു. പിന്നീട് പാകിസ്ഥാന്റെ ഏകാധിപതിയായ സിയാദ് ഉൽ ഹക്ക് 25,000-30,000 പാലസ്തീനികളെയാണ് അന്ന് ഇവർ കൂട്ടക്കൊല ചെയ്തത്. അതിനുശേഷം പിന്നെയും ആ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. മെക്കയിലേക്ക് മതമൗലികവാദികൾ പ്രശ്നമുണ്ടാക്കി. മക്കപ്പള്ളി സൗദിയുടെ അധീശത്വം സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് അവിടെ കയറി പിടിക്കണമെന്ന് പറഞ്ഞ് അവർ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിനും പാകിസ്ഥാന്റെ അന്ന് ആദ്യം സഹായിക്കാൻ വേണ്ടി ഫ്രാൻസിൽ നിന്നും മറ്റും ആന്റി ടെറർ ഗ്രൂപ്പ് വന്നു. അവർ 3 പേരെന്ന് പറയും മുസ്ലിങ്ങളല്ലാത്തതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ കഴിയുന്നൊരവസ്ഥ വന്നു. അന്നും പാകിസ്ഥാന്റെ പട്ടാളം ചെന്നാണ് അവിടെ സഹായം ചെയ്തത്, ആ തിരിച്ചു പിടിക്കലിന് സൗദിയെ സഹായിച്ചത്. അങ്ങനെ പാകിസ്ഥാനുമായിട്ടുള്ള ട്രീറ്റിയോ എഗ്രിമെന്റോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള പ്രതിരോധ ബന്ധം സൗദിക്ക് കാലങ്ങളായിട്ടുണ്ട്. ഒരു അരനൂറ്റാണ്ടിൽ കൂടുതൽ. അതൊന്ന്. അതിനവര് പല സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ നേട്ടം എന്ന് പറയുന്നത് ഇതിനൊക്കെ ചെയ്യുമ്പം നമ്മൾ സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുന്നത് പോലെ, പണം കൊടുത്ത് സെക്യൂരിറ്റി ഗാർഡിനെ വെക്കുന്ന പോലെ, അവിടെ ജനറൽ സിയാദ് ഉൽ ഹക്കാണെങ്കിലും ഇപ്പോഴവിടെ ഇരിക്കുന്ന അസിം മുനീർ അല്ല, നേരത്തെ ഒരു പാകിസ്ഥാന്റെ ജനറൽ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഒരു ഷെരീഫാണ്. ആർമി ചീഫായിട്ടിരുന്നിട്ട് ഇപ്പൊ അവിടെയുള്ള ഒരു ആന്റി ടെററിസം സംവിധാനത്തിന്റെ ആളാണ് അദ്ദേഹം. പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം അവിടെ നല്ലതുപോലെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്രൊവോക്കേഷൻ ഒരു സാഹചര്യം പറയുന്നത്, നമ്മുടെ ഇസ്രായേല് ഖത്തറിൽ ആക്രമണം നടത്തിയില്ലേ? ആ ഖത്തറിൽ ആക്രമണം നടത്തുമ്പോഴത്തേക്ക് അത് അമേരിക്കയുടെ കൃത്യമായ സൈനിക സാന്നിധ്യമുള്ള ഒരു പ്രദേശത്തേക്കാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ സുരക്ഷാ കവചത്തിനുള്ളിൽ, അമേരിക്ക വാഗ്ദാനം ചെയ്ത ഉറപ്പ് കൊടുക്കുന്ന സുരക്ഷാ കവചത്തിനുള്ള ഒരു രാജ്യമാണ് ഈ ഖത്തർ. സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും ഇതേ സംബന്ധിച്ചുള്ള വിവരം സ്വാഭാവികമായിട്ടും അമേരിക്ക ഖത്തറിന് കൊടുത്തിട്ടുണ്ടാവും, ഖത്തറിന് കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ആ വിഷയം
സൗദിയെ പോലുള്ള രാജ്യത്തിന് വേറൊരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. അമേരിക്ക കൊടുക്കുന്ന ആ സുരക്ഷാ കവചം ഞങ്ങൾക്ക് പര്യാപ്തമാകുമോ എന്നൊരു സംശയം ഉണ്ടാവാം. അത് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക്, അതായത് അവർ പറയുന്നത് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പാകിസ്ഥാൻസ് മിലിറ്ററി മൈറ്റ് ആൻഡ് സൗദീസ് ഫിനാൻഷ്യൽ ഹെൽപ്സ് ടു റീഡ്രോ ദി ഗൾഫ് സെക്യൂരിറ്റി മാപ്പ്. അതായത് പാകിസ്ഥാന്റെ സൈനിക ശക്തിയും സൗദിയുടെ സാമ്പത്തിക ശേഷിയും ചേർന്ന് പുതിയ ഒരു ഗൾഫ് സുരക്ഷാ കവചം സൃഷ്ടിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള രാജ്യങ്ങൾക്ക് എതിർ രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ പ്രശ്നം രാജഭരണം, അവിടെ ജനാധിപത്യമൊന്നുമല്ല. അതെ, അവർക്ക് ഇന്റേണൽ പ്രോബ്ലംസാണ് കൂടുതൽ, ആഭ്യന്തര പ്രശ്നങ്ങൾ അതാണ് കൂടുതൽ. ഒന്ന്. രണ്ട്, ഇസ്രായേലുമായിട്ടുള്ള കാര്യം സമയക്കുറവുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാം. ഇസ്രായേലുമായിട്ടുള്ള കാര്യം പറഞ്ഞ സൗദി ഒരിക്കലും ഇസ്രായേലുമായിട്ട് ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടുള്ളപ്പോഴും സൗദി ഇസ്രായേലുമായിട്ട് സംഘർഷത്തിന് പോയിട്ടില്ല. തന്നെയല്ല, എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് സൗദി ഒപ്പിടും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് കരുതുന്നവരല്ലെങ്കിൽ പോലും ആ പാലസ്തീൻ വിഷയത്തിൽ, ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ മോഡിഫൈഡ് വേർഷൻ ഓഫ് എ 2-state സൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞായിരിക്കും ഒരുപക്ഷെ എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യുന്നത്. ആ സൈൻ ചെയ്യുമ്പോഴും ഞങ്ങൾക്കൊരല്പം കരുത്തിരിക്കട്ടെ എന്നുള്ള കരുതലിനപ്പുറം വേണ്ടി കാര്യത്തിൽ അർത്ഥമൊന്നുമില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കരുതേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി വേറൊന്ന്, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ഭാരതത്തിനെ ഇതെങ്ങനെ ബാധിക്കുന്നുള്ളത്. അവിടെ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ പുറത്തുള്ളൊരു കാര്യമാണെന്നും വേണം കണക്കാക്കാതെ. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടായ സന്ദർഭങ്ങളിലൊക്കെ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ, സൗദി ഉൾപ്പെടെയുള്ള അവരുടെയൊക്കെ എല്ലാ സഹായവും ഒന്നും ഉണ്ടായിട്ടുണ്ട്. പുതിയതായിട്ടൊരു സഹായവും ഇനിയോട്ട് വരാനുമില്ല. കാരണം അവരുടെ സഹായം എന്ന് ഒരു സാമ്പത്തിക സഹായമാണ്. സൈനിക സഹായം തരാൻ പറ്റില്ല, അവരുടെ ഒന്നുമില്ല. അപ്പൊ അത് ഭാരതത്തിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, എൻ്റെ പ്രധാന കൺവെൻഷൻ അതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ സൈനിക ശേഷിയെയും സംവിധാനങ്ങളെയും മിലിറ്ററി അസറ്റിനെയും അതിനകത്തുണ്ടായിരുന്ന അമേരിക്കയുടെ ന്യൂക്ലിയർ അസറ്റിനെ വരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഫണ്ട് വേണം. ആ ഫണ്ട് അമേരിക്ക കൊടുക്കുന്നതിന് പകരമായിട്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് ചൈന ഇനിയും പണം മുടക്കുകയില്ലെന്ന് ആ CEPയുടെ കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തമായി. അപ്പൊ ഇതിന് ഫണ്ട് വേണം. ആ ഫണ്ട് ഡൊണാൾഡ് ട്രംപ് സ്വന്തം കയ്യിൽ കൊടുക്കാതെ നാറ്റോയുടെ കാര്യത്തിൽ പോലും പറഞ്ഞത് എന്താ, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷ വേണമെങ്കിൽ കാശ് മുടക്കിക്കൂ, അമേരിക്കയിലെ ടാക്സ് പേരുടെ പണം കൊണ്ട് നിങ്ങൾ നേടാൻ നോക്കേണ്ടതാണ്. അപ്പൊ പാകിസ്ഥാനും ഒരുപക്ഷെ കൊടുത്ത സന്ദേശം, സൗദിയുമായി കരാറായിട്ട് സൗദിയിൽ നിന്ന് പണം വാങ്ങിച്ചോ, സൗദിയിൽ നിന്ന് പാകിസ്ഥാൻ കരസ്ഥമാക്കുന്ന നേടിയെടുക്കുന്ന പണം എന്തിനാ ഉപയോഗിക്കേണ്ടത്? ഇവരുടെ പ്രതിരോധ സംവിധാനം റീബിൽഡ് ചെയ്യാൻ വേണ്ടി വേണം. ആ റീബിൽഡ് ചെയ്യുന്നതിനുള്ള ടെക്നിക്കൽ ഫെസിലിറ്റിയും ആയുധ സപ്ലൈയും ആര് കൊടുക്കും? അമേരിക്ക കൊടുക്കും. പണം സൗദി കൊടുക്കും. ഇപ്പൊ സൗദിയിൽ നിന്ന് വാങ്ങിക്കുന്ന പണവും വാങ്ങിച്ചുകൊണ്ട് വരാമെങ്കിൽ ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനമൊക്കെ തരാം. പക്ഷെ തരുമ്പം വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. അതാണ് സൗദിയും പാകിസ്ഥാനും ചിന്തിക്കേണ്ട വിഷയം. അത് മറ്റൊന്നുമല്ല, ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാന ശത്രുമായ ഇറാനെ കണ്ടെയ്ൻ ചെയ്യാനാണോ ഈ കരാറിന്റെ കൃത്യമായ ലക്ഷ്യം? അതായത് ജയറാം രമേശ് ഈ കട്ടിൽ കണ്ട് പനിക്കേണ്ട ആവശ്യമില്ല. ഇറാനാണ് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ശത്രു, ഭാരതമല്ല. പാകിസ്ഥാൻ ഭാരതത്തിന്റെ ശത്രുവാണ്. സൗദി, നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈൽസ് ഇറാനിൽ ചെന്ന് ആക്രമിക്കുമ്പോൾ കടന്നുപോയത് എവിടെ കൂടെയാണ് കടന്നുപോയത്?
സൗദിയുടെയും ജോർദാന്റെയും എയർ സ്പേസ് യൂസ് ചെയ്താ പോയത്. റീഫ്യൂവലിങ്ങിന് പോലും സംവിധാനം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ. വേറെ പ്രായോഗികമായ മാർഗമൊന്നുമില്ല. ഭൂമി തുറന്ന് അടിക്കുഴപ്പാൻ പറ്റില്ല, ആകാശത്തിലൂടെ പോകാൻ പറ്റും. അങ്ങനെ വരുമ്പം നേരെ പറഞ്ഞ് തിരിച്ചോ, ഇറാൻ തിരിച്ചാക്രമിച്ചപ്പോഴത്തേക്ക് അവരുടെ പല മിസൈൽസും സൗദിയുടെയും ജോർദന്റെയും ഏരിയയുടെ ഉള്ളിൽ നിന്ന് അതിനെ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ എയർ ഏരിയ സംരക്ഷിക്കാൻ വേണ്ടി എന്നാണ് പറഞ്ഞത്. അങ്ങോട്ട് പോയപ്പോൾ ഇതില്ലായിരുന്നു. അപ്പൊ ചുരുക്കത്തില് ഇറാൻ എന്ന് പറഞ്ഞ ഷിയ രാജ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സൗദി എന്ന സുന്നി രാജ്യം പാകിസ്ഥാൻ സുന്നി രാജ്യം എന്ന കരാറിനകത്ത് ആ ഷിയ സുന്നി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിനെ ബാധിക്കുന്നതിൻ്റെ അത്ര എന്തായാലും ഭാരതത്തെ ബാധിക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ബാധിക്കുമെന്ന് വന്നാലും അത് നേരിടാനുള്ള വഴി ഈ പറഞ്ഞ ശക്തികളെല്ലാം ഒന്നു ചെന്നു കഴിഞ്ഞാലും നരേന്ദ്രമോദിയുടെ ഭാരതം അതിനെ നേരിടും. പാകിസ്ഥാൻ ആത്മഹത്യാപരമായിരിക്കും. ഒരു കാര്യം കൂടെ അവസാനം ഞാൻ സൂചിപ്പിക്കുക, അക്രമത്തെ പ്രതിരോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളെയും ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നാണ് ഈ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. സൗദിയെ ഭാരതം ആക്രമിക്കുന്ന വിഷയം വരുന്നില്ല. ഭാരതത്തിന്റെ സഹായത്തോടു കൂടി വികസനത്തിന്റെ വഴിയെ പോകുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ തേടുകയാണ് സൗദി രാജകുമാരൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാന്റെ കാര്യം, ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും പാകിസ്ഥാൻ ഭാരതത്തെ ആക്രമിക്കാൻ ചെയ്തത്. ഭാരതം അങ്ങോട്ട് ആക്രമിക്കാൻ പോകുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ വരുമ്പം ആക്രമണത്തിന് സാധ്യതയില്ല. പിന്നെ പണ്ട് ചെയ്തതുപോലെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ തുനിയുകയാണെങ്കിൽ ഞങ്ങളുടെ കാശും ഉപടക്കിക്കൊണ്ട് നീ അങ്ങനെ കയറി നിന്റെ താല്പര്യത്തിന് വേണ്ടി ആക്രമിക്കാൻ പോകണ്ട എന്ന് സൗദി പറയുന്നൊരു ബന്ധത്തിലേക്ക് ഭാരത സൗദി ബന്ധം വളർത്താനും നിലനിർത്താനും നരേന്ദ്രമോദിക്ക് കഴിയില്ലെന്ന് കരുതുന്നുണ്ടെങ്കിൽ ജയറാം രമേശ്, രാഹുൽ ഒക്കെ അവരുടെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിയെന്ന് മനസ്സിലാക്കാനുള്ള സന്ദർഭമായിരിക്കുന്നു. അതുകൊണ്ട് ഭാരതത്തിന് പുറത്ത് സൗദിയോ പാകിസ്ഥാനോ ഒന്നിച്ചു നിന്നാലോ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഒന്നിച്ചു നിന്നാലോ അമേരിക്ക ഭാരതത്തിനെതിരായാലോ ഒന്നും അത് നിലവിൽ വികസിത ഭാരതം ലക്ഷ്യം വെച്ച് പോകുന്ന ഒരു രാജ്യത്ത് നിലവിൽ ഭാരതത്തെ വെല്ലുവിളിക്കുന്നുള്ള കെൽപ്പ് ഇവർക്കൊന്നും കിട്ടില്ല എന്നുള്ള ബോധ്യം ഇവർക്കൊക്കെ ഉണ്ടാകുന്നിടത്താണ് രാഷ്ട്രീയമായ തിരുത്തലിന് ഇവർക്ക് അവസരം ലഭിക്കുക. അത് ഉപയോഗിക്കാൻ അവർ കഴിയുന്നുണ്ടോ, അതല്ല ആത്മഹത്യാപരമായ പോക്കില് ആണോ മുന്നോട്ട് പോകാൻ ചെയ്യുന്നുള്ളത്? ഈ INDIA-യും ജയറാം രമേശും രാഹുലുമൊക്കെ ആവർത്തിച്ച് ആലോചിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.